നമസ്കാരം. എല്ലാവർക്കും ശ്രീ ഗുരുകുലത്തിലേക്ക് സ്വാഗതം. നമ്മൾ 18 സിദ്ധന്മാരെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് പാമ്പാട്ടി സിദ്ധരെ കുറിച്ചിട്ടാണ്. ഒരു സാധാരണക്കാരനായിരിക്കുന്ന ഒരു പാമ്പാട്ടിയായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. അങ്ങനെ കാട്ടിൽ വെച്ച് ഒരു ഗുരുനാഥനെ കണ്ടെത്തുകയും നമ്മൾ ഈ കാണുന്ന പാമ്പുകളെ, പുറത്തെ പാമ്പുകളെ അല്ല നമ്മൾ പിടിക്കേണ്ടത്, നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കുണ്ടലിനി ശക്തിയാകുന്ന പാമ്പിനെയാണ് നമ്മൾ കീഴടക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുകയും അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്ത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. ആത്മജ്ഞാനം, അതുപോലെ തന്നെ യോഗ സാധന, അഹങ്കാരനാശം, ഗുരുതത്വം, ശിവതത്വം എന്നിവയിൽ അധിഷ്ഠിതമായിട്ട് ജീവിച്ചാൽ ഏത് സാധാരണക്കാരന് പോലും നമ്മുടെ ഉള്ളിലുള്ള കുണ്ടലിനി ശക്തിയെ ഉയർത്താൻ പറ്റും എന്നുള്ളൊരു അവബോധം അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് നൽകുകയും സാധാരണ ജനങ്ങൾക്ക് ആത്മീയതയുടെ പാത തുറന്നു കൊടുക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും 18 സിദ്ധന്മാരുടെയും പാമ്പാട്ടി സിദ്ധൻ്റെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ.